വാരുണീ മദവിഹ്വല. ഈന്തപ്പഴത്തിൽ നിന്നും ഉണ്ടാക്കുന്ന മദ്യത്തിന് വാരുണി എന്ന് പേരുണ്ട്. വരുണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മദ്യമായതുകൊണ്ടാണ് ഈ പേര് കിട്ടിയത്. വാരുണിയിൽ നിന്നും ഉണ്ടായ മദം കൊണ്ട് വിഹ്വലയായിട്ടുള്ള ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. വാരുണി എന്ന മദ്യം സേവിച്ചതുകൊണ്ടുണ്ടായ മദം കൊണ്ട് വിഹ്വലയായ ദേവി. എല്ലാം വിസ്മരിച്ച് ആത്മാനന്ദത്തിൽ മുഴുകിയ ദേവി എന്നും അർത്ഥമുണ്ട്. വരുണൻ്റെ മകളായ വാരുണിയെ വിവാഹം ചെയ്തത് വാരുണീമൻ എന്നു പേരുള്ള അനന്തനാണ്. അനന്തൻ ഭൂമിയെ അനായാസം വഹിക്കുന്നതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ കേവലം കളിയായി തന്നെ അമ്മ നടത്തുന്നു. അതുകൊണ്ട് അനന്തനെ പോലെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം നടത്തുന്ന അമ്മ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നുണ്ട്. യോഗശാസ്ത്രപ്രകാരം ശരീരത്തിൻ്റെ അധോഭാഗത്തും മുകളിലുമെല്ലാം വ്യാപിച്ചിരിക്കുന്ന നാഡിക്ക് വാരുണി എന്നാണ് പേര്. അത് വ്യാപിക്കുന്ന ദിക്കുകളിലെ ദേവത പൂഷാവും വായുവുമാണ്. ഈ നാഡിയെ ജയിച്ച യോഗിയെ വാരുണീമാൻ എന്ന് പറയുന്നു. അമ്മയുടെ പ്രസാദം കൊണ്ടാണ് യോഗികൾക്ക് ഇത് സാധ്യമാകുന്നത്. അതിനാൽ വാരുണീ നാഡിയെ കീഴടക്കി അവിഹ്വലയായി വിരാജിക്കുന്ന അമ്മ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. ഓം വാരുണീ മദവിഹ്വലായൈ നമഃ. ഓം